ഈ മീൻമുള്ള് തൊണ്ട കുടുങ്ങിയവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കടയിൽ കുടുങ്ങിയ കരട് പോലെ അത് എടുക്കാനും കിട്ടില്ല. അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനക്കേടാണ്. അല്ലേ എന്നാലേ ഞാൻ ആലോചിക്കുക, ഒരു മീനിന്റെ മുള്ളു കുത്തിയിട്ട് ആസ്പത്രിക്ക് വന്നിരിക്കുന്നു മീനിന്റെ മുള്ളെടുക്കാൻ. ഇത്രയും വർഷത്തില് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ കാണുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്ന് അമ്മുവിൻ്റെ ഏരിയയാണ്. ഇന്ന് അമ്മു ഇതാ കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് പറഞ്ഞു കൊടുത്താട്ടെ? ഇന്നൊരു വെജ് ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ ഒരുപാട് ദിവസമായി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. വെജ് ബിരിയാണിന്റെ ഫേവറേറ്റ് അത് ഒരു പിണക്കത്തിലാണ് കുട്ടി. അപ്പോ ഇടയ്ക്ക് പിണങ്ങും ഇടയ്ക്ക് ഇണങ്ങും. ഇല്ല വാവേ, വാഷിംഗ് മെഷീൻ ചീച്ചെത്തുന്നുണ്ട്. തലവേദനകൾ ഒഴിഞ്ഞു. വാഷിംഗ് മെഷീനിൽ മൂന്നാമത്തെ സെറ്റ് ഇട്ടു. ഓടിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി. മറ്റേ വാഷിംഗ് മെഷീൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1000 രൂപയ്ക്ക് കിട്ടിയ വിലക്ക് കൊടുക്കേണ്ടി വരും. അമ്മു, പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. പ്രോൺസ് കിട്ടിയിട്ടില്ല. പ്രോൺസ് അവിടെ ഇല്ല. പകരം ഞാൻ അയില മേടിച്ചുകൊണ്ട് വന്നു. ഓക്കെ ആണോ? അത് വറുത്ത മതിയാവില്ലേ? അമ്മ, ചെമ്മീൻ കിട്ടിയില്ല കേട്ടോ. പകരം അയില മേടിച്ചു. അതാ അയില നല്ലത്. അതെ, നേരാക്കാൻ എളുപ്പം കൊണ്ടല്ലേ? നേരാക്കാൻ എളുപ്പം കൊണ്ടാണ്. അതാ നല്ലത്. ഇത് ഇതിനാണ് കിട്ടാത്ത മുന്തിരി പൊളിക്കാറ്. പിന്നെ ഞാനൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ. മുട്ട ഹോൾഡർ, കാരിയർ എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയിലൊക്കെ കൊണ്ടുവരുമ്പോ മോസ്റ്റ്ലി അത് ഉടയുന്നുണ്ട്. ഇവിടെ എത്തുമ്പോ 2 ഉടയും. ഇതിപ്പോ മാക്സിമം 12 ഒതുങ്ങുള്ളൂ. ഓക്കെ. മുട്ടേ വണ്ടിയിൽ കൊണ്ടുവരുമ്പോ എന്നും ഉടയല്ലേ? ഇത് ഉടയില്ല. ഇത് നമുക്ക് ഇങ്ങനെ പൂട്ടി വെക്കാം. വരി വരിക്ക് ഇരുന്നോളും. അത് പൊട്ടിയതല്ല, അത് അതിന്റെ കളറാ. ഇതുണ്ടാക്കിയാലും തക്കാളി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പഴുത്തതായിട്ട് റൈപ്പിഡായിട്ട് വാങ്ങിക്കും. എല്ലാം പച്ച. ഞാൻ ഒരു 3-4 ദിവസത്തിന് ഓടട്ടെ എഴുതിയിട്ടാണ് എന്നാലും എന്തെങ്കിലും പഴുത്തത് വേണ്ടേ? എല്ലാം പച്ചയാണ്. അത്ര പച്ചൊന്നുമല്ല. നോക്ക്, അത് കുക്കാവൂടാ. അടിപൊളിയായിട്ട് വേവും. അത് നോ പ്രോബ്ലം. വാവക്കുട്ടി, ഇതാണ് മലയാളത്തിലെ ആ. ഓക്കെ. ഈ സാധനം സ്കൂളിൽ പോയിട്ട് എഴുതരുത് കേട്ടോ. സ്കൂളത്തെ ടീച്ചർമാർക്കും മാഷന്മാർക്കും ആർക്കും അറിയില്ല ഈ സാധനം. ഓക്കെ. വലിയ കടയിൽ അവിടെ പോയിട്ട് മലയാളത്തിലാണ് എഴുതി കൊടുക്കും. ആ വരെ മാഷന്മാരും ടീച്ചർമാരും വായി പിടിച്ചിരിക്കുന്നത് ഏത് ആൽഫബറ്റ് ഏത് ലാംഗ്വേജ്. അതാ പറഞ്ഞത് അന്തം വിട്ട് നിൽക്കുന്നു. ഇതിപ്പോ ബിരിയാണി ഈ ഫേക്ക് ആയിട്ട് എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന ചില വ്ളോഗിലെ ആൾക്കാരുണ്ട്. ഒരു മീൻ കറി ഉണ്ടാക്കും, നമുക്ക് അങ്ങനൊന്നും വേണ്ട. ഫേക്ക് എക്സൈറ്റ്മെന്റ്. അതിനൊക്കെ മുമ്പിൽ അതിനൊക്കെ നല്ല വ്യൂസും ഉണ്ട് കേട്ടോ. HER ഫാദർ. ഫാദർ അല്ല, ഫാദർ. അച്ഛൻ. അച്ഛൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞ ഫാദർ. വെയിൽ പോണതിനനുസരിച്ചിട്ട് തുണി തോരിട്ടോണ്ടിരിക്കുക. ചത്തനിതാ ഇവിടെ ക്ലിപ്പ് കൊണ്ട് ഡെക്കറേഷൻ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. എന്താ സ്പൈഡറാ? കൊറേ കാലുകളുണ്ട് അല്ലേ? എവിടുന്ന് ABCD ഒക്കെ ഒപ്പിക്കണേ? ഈ ഒക്കെ ഈശ്വരാ, ഇതിന്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കണതാണല്ലേ ഉടുപ്പിന്റെ മുകളിലുള്ള ലെറ്റേഴ്സ്. ഇതൊക്കെ പറിച്ചെടുക്കല്ലേ? വാവ്, എന്താ സ്മെല്ലറിയോ? ഓപ്പൺ ടെറസിലേക്ക് സ്മെല്ല് വന്നിട്ട് അവിടുന്ന് ഞാൻ പോകുന്നതാ. മണടിച്ചിട്ടേ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറ്. ഇപ്പോഴത്തെ അയില വറക്കുന്നു. 2 മണിക്കാണ് ലഞ്ച് കഴിക്കണത്. ബിരിയാണിയായി മീനൊക്കെ ആയപ്പോഴേക്ക് നേരം വൈകി. എന്താ ഗതി, എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കട്ടെ. എന്താ ഒരു
ഇതില്ലാത്ത ചിരി ഒരു ഇത്. കുറച്ചുകൂടി എരിവുണ്ടാവും ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണേലേ കുറച്ചുകൂടി എരിവുണ്ടാവും. ഞാൻ എരിവ് മനഃപൂർവ്വം കുറച്ചതാ. കുട്ടിക്ക് വേണ്ടിയിട്ടാ. കുട്ടി അതേ എരിവ് കഴിക്കില്ല. എല്ലാവർക്കും നല്ലതാ എരിവ് കുറച്ച്. അത് ഭയങ്കര സ്പൈസ് ആയിരിക്കും, ഭയങ്കര എന്താ പറയാ മസാല മേളിൽ നിൽക്കും, എരിഞ്ഞിട്ട് വയറ് വെക്കില്ല. അങ്ങനെ വെക്കണ സട്ടിലാണ്. ബിരിയാണി മസാല ഉണ്ട്, അത് നമുക്ക് പൊടിച്ച് ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ടോ? മീനും രസമുണ്ട്, ഞാൻ കഴിച്ചു നോക്കി. ഉപ്പും മുളകൊക്കെ കറക്റ്റാണോ? മീൻ കഴിക്കണതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം പറ്റി, മുള്ള് തൊണ്ടയിൽ കുടുങ്ങി. ഇപ്പം അത് അവിടെ ഇരിക്കുക, അത് എടുക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇത് അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട് കുറേ നേരമായി. ഈ മീൻ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കടലിൽ കുടുങ്ങിയ കരട് പോലെ, അത് എടുക്കാനും കിട്ടില്ല, അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനക്കേടാണ്. എന്തായാലും കുറച്ച് നേരം ട്രൈ ചെയ്ത് നോക്കി, വായുന്നത് എടുക്കാൻ കിട്ടുന്നില്ല. എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട്, പക്ഷേ എടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മതിയായിരിക്കും. അവരുടെ അടുത്തുണ്ടാവും അതിൻ്റെ ടൂൾസ് എടുക്കാനുള്ളത് ഈസി ആയിട്ട്. നമുക്ക് വായിലൊന്നും കിട്ടില്ലല്ലോ, അങ്ങനെ പിടിക്കാൻ കഴിയില്ലല്ലോ, അതാ പ്രശ്നം. എന്തൊരു ആശ്വാസം ഉണ്ട് അറിയപ്പോ അല്ലേ. എന്നാലേ ഞാൻ ആലോചിക്കുക, ഒരു മീനിന്റെ മുള്ള് കുത്തിയിട്ട് ആസ്പത്രിക്ക് വന്നിരിക്കുന്നു മീനിന്റെ മുള്ളെടുക്കാൻ. എൻ്റെ ഇത്രയും വർഷത്തില് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ കാണുന്നത്. വേറെ ലെവലാ, വേറെ പീസാ. ഇപ്പോഴാണ് സമാധാനമായത്, സ്വസ്ഥമായത്. അയ്യോ, ഇത് തൊണ്ടയിൽ ഇരുന്നുള്ള അനുഭവം ഇത് ഇരുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. ചില്ലറ വേദന, ചില്ലറ അസ്വസ്ഥത എന്നല്ല. അങ്ങനെ മുള്ളൊക്കെ തൊണ്ടയിൽ നിന്ന് എടുത്തു. ഒരു കുഴപ്പമില്ലേ, എടുത്തു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഇത്ര വലുപ്പമുണ്ട്, 1 ഇഞ്ച് വലുപ്പമുണ്ട്. എന്നാലും ഗൈസ്, ഒരു മീനിന്റെ മുള്ളു കുത്തിയിട്ട് ആസ്പത്രിയിൽ പോയി സർജറി കഴിഞ്ഞ അവസ്ഥയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കണ്ടത്. ഈ ചിരിക്കണോ എന്താ ചെയ്യണമെന്ന് അറിയില്ല. നല്ല എന്തോ ആദ്യമായിട്ട് ആ മീൻ കഴിക്കണ പോലെ ആ ഫീല് കണ്ടോ. മീനിന്റെ മുള്ളു കുത്തിയിട്ട് ആശുപത്രിയിൽ പോയി വന്നിരിക്കുക. സൂപ്പറല്ലേ അല്ലേ? നമ്മൾ ആരെങ്കിലും ഇപ്പം മീൻ തൊണ്ടയിൽ മുള്ളു കുത്തണമെന്ന് എഴുതിയിട്ടല്ലല്ലോ കഴിക്കണേ. അങ്ങനെ സംഭവിച്ചു പോയി, നാണക്കേടാണ്. എല്ലാം എനിക്കറിയാം. ഒരാള് കേൾക്കാനും പറയാനും തന്നോ ആരുടെങ്കിലും എടുത്തെന്നാ ചോദിക്കണേ. എന്താ മീനിന്റെ മുള്ളു കുത്തി? എങ്ങനെ മീനിന്റെ മുള്ളു തൊണ്ടയില്? അവരെങ്ങനെ കേട്. എന്നിട്ട് ആ കാര്യം പറയാം. എന്നിട്ട് ആ ഡോക്ടർ എന്ത് ചെയ്തു, വേറെ നേഴ്സ് ഉണ്ട്, ആ നേഴ്സിൻ്റെ സിസ്റ്റർ അല്ലേ, ആ നേഴ്സാ തോന്നുന്നുണ്ട്. നേഴ്സിനകത്ത് മീനിൻ്റെ മുള്ളു കുത്തിയിത്ര എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നിട്ട് വിസിബിൾ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ENT അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വിസിബിൾ ആയിരുന്നു. ആ ടോർച്ചൊക്കെ വെച്ച് നോക്കി. ഡോക്ടർ ആദ്യം അവർക്ക് പറ്റിയില്ല, എന്നിട്ട് നേഴ്സിനടുത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് അവർ വേറെ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് എടുത്തു. നല്ല കോമഡി. അമ്മുവിൻ്റെ ചെറിയമ്മയും ചെറിയച്ഛനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ വാട്സപ്പിൽ ലൊക്കേഷനൊക്കെ ചോദിച്ചിരുന്നു. ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി, ഞാൻ ഫോൺ അടിച്ചത് അറിഞ്ഞിട്ടില്ല. 3-4 വട്ടം വിളിച്ചു. എന്നിട്ട് അമ്മുവിനെ മാറി മാറി വിളിച്ചു. എന്നിട്ട് അമ്മു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ അത് അവിടെ ഇപ്പം എത്തും. അവരുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷണമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. എന്താ പേടിച്ചിരിക്കുക? എന്തിനാ വിളിച്ചിരിക്കണ? പുറത്തേക്ക് ഇതപ്പോ മതി മതി ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് കൂടി ചേർത്തിട്ട് 15-ാം തീയതി കല്യാണം. അത് ഗുരുവായൂരിൽ വെച്ചിട്ടാണ്. റിസപ്ഷൻ 29-ാം തീയതി, അത് ഞായറാഴ്ച തന്നെയാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് വെച്ചിട്ട് ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് ഇറങ്ങിയാൽ മതി, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ തൊണ്ടയിലെ മീൻമുള്ളൊക്കെ എടുത്ത് കഴിഞ്ഞ് ദുർഘടമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്.
എനിവേ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.